ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. പലരും ഉണ്ടാക്കുന്നത് തന്നെയാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് കൂടി നോക്കാം. ഇത്രയും കറിവേപ്പില ഇതിലേക്ക് ആവശ്യമാണ്. പിന്നെ പച്ചക്കുരുമുളക്, ഇഞ്ചി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന. ഇതിന് വേണമെങ്കിൽ ഒരു ഹെർബൽ ചിക്കൻ കൂടി വിളിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. കറിവേപ്പില നന്നായിട്ട് കഴുകി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിനയും മിക്സിൻ്റെ ജാറിൽ ആദ്യം ഇട്ടോ, കാണിക്കാൻ വിട്ടുപോയി. അതുപോലെ കുരുമുളക് കഴുകി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, തക്കാളി അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള ഇതിട്ട് കൊടുക്കാം. ഇത് ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ചിക്കന് വെന്ത് വരുമ്പോഴത്തേന് ഇതും നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ചിക്കൻ കറി. ഇനി പാകത്തിലുള്ള ചിക്കനക്കുള്ള ഉപ്പും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ആ മിക്സും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണവും പച്ചക്കുത്തലൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ മിക്സി അതിലുണ്ടാകുന്ന പേസ്റ്റ് കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാം. വലിയ ജീരകത്തിൻ്റെ പൗഡറും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി നമുക്ക് സെറ്റാക്കാം. ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ചൂടായി വരുമ്പോൾ ചിക്കനത്തെ വെള്ളം തന്നെ ഇറങ്ങി വേവാനുള്ള വെള്ളം അതിലുണ്ടാവും. പിന്നെ ചെറിയ ഉള്ളി കൊടുന്നാൽ ഞാൻ ഉപയോഗിക്കാനാകുമ്പോഴത്തേന് അത് എങ്ങനെയായാലും മുളച്ച് വരും കേട്ടോ. അപ്പം ഞാനത് കളയാറൊന്നുമില്ല. അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടായത് കണ്ടില്ലേ. ഇങ്ങനെ ഇത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് പച്ചമുളക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനൊന്നുമില്ല. അത്രയും കറിവേപ്പില ചേർത്താൽ ഒരു ചോയ വരുമോ, ടേസ്റ്റ് വ്യത്യാസം വരും. ഇതൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി ഇതിങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, അപ്പം, പൊറോട്ട, കപ്പ എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബും കൂടെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.